ആലിസേ, ഇന്ന് ഓഫീസിൽ എനിക്ക് നേരത്തെ പോണം. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ആഹാ, അത് കൊള്ളാല്ല. വെളുപ്പാങ്കാലത്ത് ഞാൻ എഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ എന്തിനാ കളഞ്ഞക്കട്ടെ അങ്ങോട്ട്? ഉണ്ടാക്കിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്ക്. അപ്പോഴേക്കും ഓമനക്കുട്ടൻ വിളിക്കുകയാണെങ്കിൽ വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയേ. എന്താണ് ഓമനക്കുട്ടൻ സാറോട്ടൊരു ഇടപാട്? എന്തിടപാട്? ഒരു ഇടപാടും ഇല്ല. അവിടെ സുലോചന ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, അപ്പൊ സംസാരിച്ചിരിക്കാനായിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഓമനക്കുട്ടനും കൂടെ വരികയാണെങ്കിൽ ഞാൻ ഉള്ളപ്പോ വന്ന് സംസാരിച്ചിരിക്കാൻ ഞാൻ ഉണ്ടാവൂല്ലോ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ പഴയ കൂട്ടുകാരായിരിക്കും. എന്താ എങ്ങനെ ഇത്ര പെട്ടെന്ന് അടുപ്പായത്? ഈ ചിലരുമായിട്ട് നമുക്കിപ്പോ ഇങ്ങനെ പെട്ടെന്ന് കണ്ടാലും നമുക്ക് എവിടെ വെച്ചോ കണ്ട് പരിചയം പോലെ അങ്ങനെ ഒരു അടുപ്പം തോന്നൂല്ലോ. നമ്മുടെ കൺസിസ്റ്റൻസ് ഡൈഡോ എന്ന് പറയുന്നത് മീറ്റിംഗ് ദ മൈൻഡ്. അല്ലേലും ഈ ഡോക്ടർമാരുടെ ഒക്കെ പ്രശ്നമാണ്. ഭയങ്കര വിവരം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷ് പറയും. തിരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. ഇംഗ്ലീഷ് അല്ലേ, അത് ലാറ്റിൻ ആയിരുന്നു. എന്താണെങ്കിലും നേരത്തെ പറഞ്ഞ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഏത്? അല്ല, നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ? ഏത് കാര്യം? മറ്റേ ഓമനക്കുട്ടൻ സാറിന്റെ അടുപ്പോ? ആണെന്നേ. ആണല്ലേ അല്ലേ? ആണെന്നേ. എന്നാ മതി. എന്തോ അറിഞ്ഞു വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. പൗത്ര, ഞാൻ പൗത്രനെ കാണാതിരിക്കായിരുന്നു. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആലീസിന് എന്തോ ഒരു സംശയം ഉള്ളതുപോലെ. എന്തോന്നു? അതായത് ഞാനും ഓമനക്കുട്ടനുമായിട്ടുള്ള ബന്ധം കാരണമാണ് ഈ വീടെടുത്തതെന്ന് ആലീസിന് പിടികിട്ടിയോ എന്നൊരു സംശയം. അതന്നെ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാര്യം? അവളുടെ മട്ടും ഭാവവും ചില മുനവച്ചുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ. ഇനി പവിത്രനെങ്ങാനും ആലീസിനോട് ഈ സത്യം പറഞ്ഞായിരുന്നോ? സാർ എന്നാ വർത്താനം ഈ പറയുന്നത്? ഇത് ഞാനെങ്ങാനും ചെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ചൂലെടുത്ത് അടിച്ചിറക്കുന്നത് എന്നെയായിരിക്കും. ഇതിന്റെ ഫുൾ ഏർപ്പാടും ഞാനാണ്. ഓമനക്കുട്ട സാറിനെ സാറ് ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലെന്നാ ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത്, അറിയോ? പവിത്രനായിരുന്നു. അതെ 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 അതെ. പവിത്രനെ കണ്ടപ്പോ ഇച്ചായന്റെ എല്ലാ തിരക്കും അറിയാം. എന്താ രാവിലെ തൊട്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ പോണോന്നും പറഞ്ഞോണ്ട് തിരക്കുണ്ടായിരുന്നു. ശരിയാ. അപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന എന്നാത്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സുലോചനയുടെ അച്ഛനെ നിങ്ങൾ പരിചയപ്പെട്ട് കാണുമായിരിക്കുമല്ലോ അല്ലേ? പുള്ളിയുടെ സ്വഭാവം ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കയറി വരും ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും കുറ്റവും കുറവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളി പരാതി എനിക്കായിരിക്കും. അതിനെന്തിനാ പവിത്രനോട് പറയുന്നത്? വീട് വാടകയ്ക്ക് എടുത്തിരുന്ന ഞങ്ങളല്ലേ? അതൊന്നും പുള്ളി പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല. ഈ ഓമനക്കുട്ട സാറിനെ ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്നത് ഞാനല്ലേ? അപ്പൊ ഞാനായിരിക്കും പ്രതിയാവുന്നത്. പിന്നെ ഈ ഓമനക്കുട്ടൻ സാറും ഇച്ചാനും തമ്മിലേ നല്ല കൂട്ടാ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓമനക്കുട്ടൻ സാർ നോക്കിക്കോളും അല്ലേ ഇച്ചായ? അത് ഇവിടെ വന്നതിന് ശേഷമല്ലേ കൂട്ടായത്. അതിന് മുമ്പ് ഒന്നും വരെ പരിചയപ്പെട്ടിട്ടേ ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഓമനക്കുട്ടനെ പരിചയപ്പെട്ടത്. അതിനു മുന്നേ എനിക്ക് ഓമനക്കുട്ടനെ പരിചയമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ഓമനക്കുട്ടൻ അങ്ങ് വലിയും. ഞാനായിരിക്കും പ്രതിയാവുന്നത്. അതെ 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 അതെ. അതിനിപ്പൊ പവിത്രന് അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. ഇനി നോക്കിക്കോളാം അല്ലേ ഇച്ചായ? സാറേ, ആലീസിന് ഒരു സംശയവും ഇല്ല. സാറ് ചുമ്മാ പേടിച്ച് അവത്തൊന്നും കാണിച്ചു വെക്കായിരുന്നത്. പോകുന്നതിന് മുന്നേ ഒരു വഷളം ചിരിയില്ലായിരുന്നു? അതൊന്നും ഓർത്ത് പവിത്രൻ ടെൻഷൻ അടിക്കണ്ട. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളാം. ഒരു ഭാവ വ്യത്യാസം, എന്തോ ഉദ്ദേശിച്ച് ചെയ്യുന്നത് പോലെ വല്ലോ. ഇത്രയൊന്നും അങ്ങോട്ട് തോന്നിയില്ല ഇല്ലേ? അതിപ്പോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പൊ ഇവിടെ ജീവനോടെ വെച്ചേക്കൂലായിരുന്നു. അത് ശരിയാ. പൗത്രന്റെ കാര്യം പോക്കായിരുന്നെങ്കിൽ. ഈ ആലീസിനെ കണ്ട പറയില്ല ഇങ്ങനത്തെ സ്വഭാവമാണ്. കാഴ്ചയിൽ എന്തൊരു പാവോ. ആള് പാവമൊക്കെയാ. ഈ ഡോക്ടറിനെ ഈ ആലീസിന് ഭയങ്കര ഇഷ്ടമാണ്. അതാ ഈ സംശയത്തിനൊക്കെ കാരണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഡോക്ടറോട് ഏതെങ്കിലും സ്ത്രീകൾ ഫോണിലോ നേരിട്ടോ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അന്നേരം ആലീസിന്റെ തനി കൊണം അറിയാൻ പറ്റും. ഇവര് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടിന് നേരെ ഓപ്പോസിറ്റ് ആണ് SI സത്യപാലൻ സാറും മെമ്പർ ഉണ്ണിയാർച്ചയും താമസിച്ചുകൊണ്ടിരുന്നത്. വന്ന കാലം മുതൽ ഈ ആലീസിന് മെമ്പർ ഉണ്ണിയാർച്ചയെ കണ്ണെടുത്താ കണ്ടുകൂടാം. ഡോക്ടറില്ലേ അവിടെ? ഇച്ചായനെ അകത്ത് ഭയങ്കര തിരക്കിട്ട ജോലിയില്ല. എന്തേ ഒന്ന് വിളിക്കാവോ? ഒരു സന്തോഷ വാർത്ത പറയാനാ. അയ്യോ, ഭയങ്കര തിരക്കിലിരിക്കുക. ഞാൻ പറഞ്ഞാ മതിയോ? എന്നോട് പറഞ്ഞോ? അത് പറ്റില്ല ആലീസേ, ഒന്ന് വിളിക്ക്.
പ്ലീസ്. ഇച്ചാന് ഭയങ്കര മോർണിംഗ്. എന്തുണ്ട് വിശേഷം? അവളുടെ ശബ്ദം കേട്ടപ്പോ തന്നെ എഴുന്നേറ്റൊന്നുമില്ല, മലമറിച്ച് കഴിഞ്ഞാ. ഡോക്ടറെ, ഓരോ ജില്ലയിലും ഏറ്റവും നല്ല പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്ന ഒരു അവാർഡുണ്ട്. അത് ഇത്തവണ നമ്മുടെ പഞ്ചായത്തിനാ. ആഹാ, അത് കൊള്ളാലോ. കൺഗ്രാറ്റ്സ്. സത്യം പറയാലോ ഡോക്ടറെ, ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാ ഇത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ. ഉണ്ണിയാർച്ചയെ പോലൊരു മെമ്പർ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യമാണ്. വെറുതെ തള്ളി മറിക്കല്ലേ ഇച്ചായ. തള്ളിയൊന്നുമല്ല. ഹോസ്പിറ്റലൊക്കെ എല്ലാരും പറയും ഈ നാട്ടിലെ ഏറ്റവും നല്ല മെമ്പർ ഉണ്ണിയാർച്ചയാണെന്ന്. നല്ല മെമ്പർക്കുള്ള ഒരു അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ണിയാർച്ചയ്ക്ക് തീർച്ചയായിട്ടും കിട്ടിയേനെ. ഓറാക്കല്ലേ, ഓറാക്കല്ലേ. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ തുടങ്ങിയാൽ മനുഷ്യ എങ്ങനെ ജീവിക്കും അല്ലേ? അതൊക്കെ ഇവിടെ സുലോചന കണ്ടുപഠിക്കണം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി, ഒരു സംശയമില്ല. എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ സുലു? എനിക്കങ്ങനെ സംശയമൊന്നുമില്ല. അത് എന്റെ മേന്മ കൊണ്ടൊന്നുമല്ല. കുട്ടിയേട്ട ആരെങ്കിലും പ്രേമിച്ചാൽ അവര് പ്രേമിക്കൂല, അതെനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ പോട്ടെ, ഈ മെമ്പറും ആലീസും തമ്മിൽ നേരിട്ട് കണ്ട ഭയങ്കര സ്നേഹമാണ്. ഓ, മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഏത് നേരവും ആ മതിലിന്റെ മുകളിലുണ്ടാവും ഇങ്ങനെ. മെമ്പർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തിരിക്കുന്ന ഡോക്ടറുടെ കാര്യം അതോ ഗതിയാ. പണി നടക്കട്ടെ, പണി നടക്കട്ടെ. എന്നാണ് നിനക്ക്? വന്ന് ഇച്ചായന് ഒരു നാണവും ഇല്ലാതെ കേട്ടാ. എന്തൊക്കെ അവരുടെ അടുത്ത് വിളിച്ചു കൂവിയത്? എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞെന്നാ? ഓ, ഇച്ചായൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ദേഹമൊക്കെ അങ്ങോട്ട് നാണക്കേട് വന്നു പോയി. എന്നാണ് ഇങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നത്? ഓഹോ, അപ്പൊ ഇച്ചായൻ ഓവറായിട്ട് പറയാം, ഞാൻ ഓവറായിട്ട് കാണിക്കുന്നതാണല്ലേ കുഴപ്പം? ഞാൻ എന്നാ ഓവറായിട്ട് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇച്ചായൻ എന്താ അവരോട് പറഞ്ഞത്? ഉണ്ണിയാർച്ചയെ ഒരു മെമ്പറായിട്ട് കിട്ടിയത് ഈ നാട്ടുകാരുടെ ഒക്കെ ഭാഗ്യമാണെന്ന്. ആ SI പോലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവത്തില്ല. SI പറഞ്ഞു കാണൂല. ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? ഇടി, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ നല്ലതാണെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന്. ആ വീട് മാറാൻ വേണ്ടിയിട്ട് ആലീസ് കുറെ നോക്കിയതാ. ഇതിന്റെ ഇടയിൽ ചെന്ന് ഞാൻ കുറെ വീട് കണ്ടു, പക്ഷെ ഡോക്ടർ സമ്മതിച്ചില്ല. അത് ശരി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓമനക്കുട്ട സാർ ആ വീടിന്റെ കാര്യം പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വെച്ചം വെച്ച് നോക്കാൻ നേരത്ത് സാറിന് നോ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കാര്യം എങ്ങാനും നമ്മുടെ ആലീസിനോട് എന്ന് പറഞ്ഞാലോ, ആലീസ് അന്നേരം തുടങ്ങും സംശയം. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഇടയപ്പെടുന്നത്. ഓമനക്കുട്ട സാറിനും സുലോചനയ്ക്കും ഡോക്ടറുമായി യാതൊരു പരിചയമില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു കഥയുണ്ടാക്കി അതിനിടയിൽ പിടിച്ച് എന്നെ ബ്രോക്കറാക്കി. ഇനി ഇടയ്ക്ക് വെച്ച് എങ്ങാനും ഈ കഥ പൊളിഞ്ഞ 2 ശവം ഉറപ്പാ. ആരുടെയൊക്കെ? ഒന്ന് ഡോക്ടറെയും പിന്നെ ഒന്ന് എന്റെയും. ഇതൊക്കെ എത്ര കാലം ഒളിച്ചു വെക്കും? ഉള്ള സത്യം അങ്ങ് പറയുന്നല്ലേ നല്ലത്. സത്യം എങ്ങാനും വിളിച്ചു പറഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ സുലോചന ആലീസിന്റെ നോട്ടപ്പുള്ളിയാവും. ഇനി സുലോചനയെ കാണാൻ വേണ്ടിയിട്ട് ആ വീടെടുത്തെന്ന് ആ പെണ്ണുപിള്ള പറയും. അത്രയും സ്ത്രീ അവര്. ദൈവത്തെ ഓർത്ത് ഒരു കാരണവശാലും ഈ കാര്യം ആലീസ് അറിയരുത്. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ എന്ന് കേൾക്കുന്നില്ലേ? ഹലോ, ആഹാ, മാഷായിരുന്നാ? നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വാതിൽ ഇങ്ങനെ തുറന്നു മലർത്തിയിടരുതെന്ന്. വല്ല കള്ളന്മാര് മറ്റോ ആയിരുന്നെങ്കില നേരെ അകത്ത് കയറി കൈ കിട്ടുന്ന സാധനങ്ങളുമായി എടുത്തോണ്ട് പോയേനെ. തുറന്നിടാനും കൂടെ ഉള്ളതല്ലേ മാഷേ വാതില്? അടച്ചിടാനാണെങ്കിൽ അവിടെയും കൂടെ ഒരു ഭിത്തി വെച്ചാ പോരായിരുന്നു. തർക്കുത്തരം പറയണ്ട. അക്കാര്യത്തിൽ നിങ്ങൾ ബഹുമിടിക്കുകയാണെന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ ഭർത്താവിനോട് മതി. നോക്ക്, ഈ വാതിൽ ഇങ്ങനെ തുറന്നു മലർത്തിയിട്ടിട്ട് ഭർത്താവില്ലാത്ത നേരത്ത് നിങ്ങൾ അകത്ത് കിടന്നുറങ്ങിയാൽ നിങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ പോലും സാധ്യതയുണ്ട്. നോക്കണ്ട, കാലം വല്ലാത്ത കാലമാണ്. മാഷ് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നോക്കൂ, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ ആ റോഡ് സൈഡിൽ നിൽക്കുന്ന തെങ്ങിൽ 37 തേങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ 35 തേങ്ങയേ ഉള്ളൂ. ബാക്കി 2 തേങ്ങ എവിടെ? പിന്നെ മാഷിന് 2 തേങ്ങ നോക്കിയിരിക്കലല്ലേ എനിക്ക് പണി. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട് മാഷേ. നോക്കൂ, ഈ വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് തരുമ്പോൾ ഓമനക്കുട്ടൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഈ പറമ്പിലുള്ള എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന്. ഞങ്ങളെ ഈ വീടാണ് വാടകയ്ക്ക് എടുത്തത്, അല്ലാതെ നിങ്ങളുടെ വസ്തു അല്ല. തേങ്ങ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മാഷ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കും. കംപ്ലൈന്റ് കൊടുക്കും. 2 തേങ്ങയുടെ വില ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തേങ്ങ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ എനിക്ക് തിരിച്ചു തരണം. ഇല്ലെങ്കിൽ 2 തേങ്ങയുടെ വില എനിക്ക് തരണം. ദേ മാഷെ, രാവിലെ എന്റെ വായി ഇരിക്കുന്ന കേൾക്കരുത്. എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഇനി മാഷ് തേങ്ങ കിട്ടിയിട്ടേ പോകത്തുള്ളെങ്കിൽ ആ പവിത്രനോട് എന്ന് പറ. പവിത്രനോ? പിന്നല്ലാതെ ഞങ്ങൾ നല്ല സന്തോഷം സമാധാനമായിട്ട് നല്ലൊരു വീട്ടിൽ താമസിച്ചോണ്ടിരുന്നതാ. അവിടുന്ന് ഞങ്ങളെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ പവിത്രനല്ലേ? ശുദ്ധമണ്ടത്തരം. ഈ പവിത്രൻ എന്ന് പറയുന്നവരെ ഞങ്ങൾക്ക് അറിയത്ത് പോലുമില്ല.
ഏ? എന്റെ മരുമകൻ ഓമനക്കുട്ടനും നിങ്ങളുടെ ഭർത്താവ് ജോർജ് കുട്ടിയും തമ്മിൽ വർഷങ്ങളായി സുഹൃത്തുക്കളായി. ആ പരിചയത്തിന്റെ പുറത്താണ് നിങ്ങൾക്ക് ഈ വീട് വാടകയ്ക്കുന്നത്. വിശ്വാസം വരുന്നില്ലല്ലേ? എന്റെ മകൾ സുലോചനയും എന്റെ മരുമകൻ ഓമനക്കുട്ടനും തമ്മിലുള്ള വിവാഹത്തിന് ബ്രോക്കറായി നിന്നത് ആരാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഭർത്താവ് ജോർജ് കുട്ടി. അതിന്റെ വിരോധം ഇപ്പോഴും എനിക്ക് അയാളോടുണ്ട്. എങ്ങനെ 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 മനസ്സിലായില്ലല്ലേ? നിങ്ങളുടെ ഭർത്താവും എന്റെ മരുമകനും മകളും തമ്മിൽ വർഷങ്ങളായി സുഹൃത്തുക്കളായി. നോക്കൂ, ഇനിയും വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാ കേട്ടോളൂ. ശരി, എന്നാൽ ഞാൻ ഇറങ്ങും. അപ്പോൾ എന്റെ തേങ്ങയുടെ കാര്യം? തേങ്ങയുടെ കാര്യത്തിൽ മാത്രമല്ല മാഷേ, വേറെ പല കാര്യങ്ങളും എനിക്ക് ശരിയാക്കാനുണ്ട്. അതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ മാഷിനെ അറിയിക്കാം. ഇപ്പൊ ചെല്ല് ചെല്ല്. ശരി. ഈ ഓമനക്കുട്ട സാറ് ഇച്ചാൻ തമ്മിലെ നല്ല കൂട്ടാ. അത് ഇവിടെ വന്നതിന് ശേഷമല്ലേ കൂട്ടായത്? അതിന് മുമ്പ് ഇന്ന് വരെ പരിചയപ്പെട്ടിട്ടായിട്ടില്ലോ അല്ലേ? ഇല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഓമനക്കുട്ടനെ പരിചയപ്പെട്ടത്. അതിനു മുന്നേ എനിക്ക് ഓമനക്കുട്ടനെ പരിചയമില്ലല്ലോ. മോനെ ജോർജ് കുട്ടി, വാടാ ഇങ്ങോട്ട്. നിനക്ക് ഈ ആലീസിനെ ശരിക്കും അറിയത്തില്ല. ഇന്ന് നിന്റെ അന്ത്യമായിരിക്കും. ആലിസേ, ആ എവിടെ നീ? ദേ ഇവിടെ അടുക്കളയിലാ. അവിടെ പോയി വിളിച്ചിരിക്കുവാണോ? ഇങ്ങോട്ട് വാ. ആ ഞാൻ ശരിയാക്കി തരാം. ഇതെന്തായിട്ട് നേരത്തെ വന്നാ? നേരത്തെ ഹോസ്പിറ്റലിൽ പോയല്ലേ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. എടി ഭയങ്കര ക്ഷീണം, ഒരു ചായ ഇട്ട് നമ്മളെ. ഷോ പാവം, ചെന്റെ ക്ഷീണമൊക്കെ ഞാൻ ഇപ്പൊ മാറ്റി തരുന്നുണ്ട്. ചക്കര കുട്ടിയാ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇച്ചാനെ സമ്മതിക്കണം. എന്നാടി? വേറെ ഏതെങ്കിലും സർക്കാർ ജോലിക്കാർ ഇച്ചാനെ പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുവോ? അങ്ങനെയൊന്നുമില്ല, ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന. പിന്നെ ആ ഓമനക്കുട്ടൻ സാറെന്ന് നോക്ക്, ലീവ് എടുത്ത് തെക്ക് വടക്ക് നടക്കുക. അങ്ങനെയൊന്നുമല്ല, അവൻ ലോങ് ലീവ് എടുത്തിരിക്കുന്ന അവൻ്റെതായിട്ടുള്ള അംബീഷൻ ഹണ്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. പിന്നെ അംബീഷൻ ഒലക്ക. അവരൊക്കെ ഇച്ചായനെ കണ്ടു പഠിക്കണം. അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു, ഇച്ചായ ഇവിടെ വന്നതിന് ശേഷമല്ലേ ഇച്ചായന് ഓമനക്കുട്ടൻ സാറുമായിട്ട് പരിചയം. അതും പവിത്രം വഴി. കുറച്ചും കൂടെ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അങ്ങേരെ ഒന്ന് ഉപദേശിക്കായിരുന്നല്ലേ. ഇല്ല, പരിചയപ്പെട്ടില്ലല്ലോ, നേരത്തെ അറിയില്ലല്ലോ, അപ്പൊ ഉപദേശിക്കാനും പറ്റില്ലല്ലോ. അല്ല, ഈ സുലോചനെങ്കിലും പരിചയം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ അതും ഇല്ലല്ലോ. ഇപ്പൊ നടക്കാത്ത കാര്യം നമ്മൾ എന്തിനാ പറയുന്ന? ഇനി വേണമെങ്കിലും നടക്കും, ഇനി വേണമെങ്കിലും ഉപദേശിക്കാം. നിങ്ങളിപ്പോ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ. ഇനി എങ്ങനെ ഉപദേശിക്കുന്ന? ഉപദേശിക്കാം അല്ലേ? ഞാനും വിചാരിച്ചു ഓമനക്കുട്ടനെ ഉപദേശിക്കാന്ന്. നീ പറഞ്ഞപ്പോ അതങ്ങ് ഉറപ്പിച്ചു. ഓമനക്കുട്ടനെ ഉപദേശിക്കാം. നല്ല ചായ. ഈ ചായ കുടിച്ചപ്പോ തന്നെ എന്റെ ക്ഷീണം മാറിയിട്ടാ. ഒരു ഗ്ലാസും കൂടെ തരട്ടെ? ഒരു ഗ്ലാസും കൂടെ ആണെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ ഫ്ലാസ്കിലുള്ള ചായ ഉണ്ട്, ഫ്രഷ് ആയിട്ടൊരു ചായ ഇട്ട് തരാവോ? ശരി, ഇട്ട്. എന്റെ പൊന്നു വന്നു. അയ്യോ, സുലോചനെ എന്തുണ്ട്? ഓ സുഖം. സുലോചനെ വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉണ്ടായിരുന്നുള്ളു. അയ്യോ സത്യം, ഇപ്പൊ കൂടെ ഇച്ചായം പറഞ്ഞതേ ഉള്ളു നിങ്ങളുടെ കാര്യം. ആണോ? ഇങ്ങോട്ടോ? ആ നന്നായി. ഇച്ചായം പറഞ്ഞായിരുന്നു രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് ഓമനക്കുട്ടൻ സാറ്. ഓ ശരി ശരി. ആ വന്നു തോന്നുന്നു സുലോചനെ. ശരി കേട്ടോ, അപ്പം ഓക്കെ. ഞാൻ അറിഞ്ഞു വിളിക്കാം. ഞാൻ നിന്നെ കാണാതിരിക്കുവായിരുന്നു. ആലിസിന് എന്തോ ഒരു ഡൗട്ട്. എന്ത് ഡൗട്ട്? എന്ത് ഡൗട്ടെന്ന് എനിക്കറിയില്ല. എന്തോ മൊന വെച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മൊന വെച്ച? നമ്മൾ തമ്മിലുള്ള സൗഹൃദം വല്ലതും അറിഞ്ഞോ എന്തോ? അങ്ങനെയെങ്ങാനും അറിഞ്ഞെങ്കിൽ അതോടെ തീർന്നടാ. ആലിസേ, എന്താ സുഖായിരിക്കണോ? ഓ സുഖമായിട്ടിരിക്കുന്നു. വെറുതെ ഇതുവഴി പോവുകയായിരുന്നു, അന്നേരം ചുമ്മാ ഇങ്ങോട്ട് കയറി. എന്താണെന്തോ ഡോക്ടറെ പരിചയപ്പെട്ടതിന് ശേഷം ഭയങ്കര ഒരു സന്തോഷം. എനിക്കാണെങ്കിൽ ആരും സംസാരിക്കാനില്ലാതെയൊക്കെ ബോറടിച്ചിരിക്കുകയല്ലായിരുന്നു. ഒരു ഭയങ്കര ഒരു സന്തോഷം. ആലിസേ, നീ ഒരു ചായ എടുക്ക. നമ്മുടെ ഹൗസ് ഓണറല്ലേ വന്നേ? എടുക്കാം. ഇച്ചാന് ചായ വേണോ? വേണ്ട, ഞാൻ നേരത്തെ കുടിച്ചല്ലേ ഉള്ളൂ.
നല്ല ഇപ്പൊ എടുക്കാവേ. എന്ത് ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ല. അത് ആലീസ് ഒന്നും അറിഞ്ഞില്ല. നീ ചുമ്മാ ഒരു വഷളം ചിരിയില്ലടാ. ഭക്ഷണം ചിരിയാ. ഛേ, അന്നേ സത്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ തമ്മിലുള്ള സൗഹൃദം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഞാനായിട്ട് മുൻകൈ എടുത്ത് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അവൾ സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ടാണ് പവിത്രനെ ഏർപ്പാടാക്കിയത്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം അങ്ങ് പറഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോന്നല്ല ഇത്രയൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ നല്ല സുഹൃത്ത് ബന്ധങ്ങളായില്ലേ? ഇനിയിപ്പോ സുഹൃത്തെന്ന് അറിഞ്ഞാൽ തന്നെ എന്തോ പ്രശ്നം? നീ അത് വിടന്നേ. അല്ലേ, ഈ സുലോചന ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇനി സുലോചന വല്ല മണ്ടത്തരവും പറഞ്ഞു കാണൂ. ആ ബെസ്റ്റ്. ഇക്കാര്യത്തിൽ അവളെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അവളെ വായിന്ന് എന്തായാലും ഇത് വിടാൻ പോണില്ല. പിന്നെ നീ ഇനി പേടിച്ചിട്ട് ആവശ്യമില്ലാതെ ഓരോ കാര്യം ഉണ്ടാക്കി കുളവാക്കാതിരുന്നാ മതി. ഓ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരു ഹൗസ് ഓണർ പറയുകയാണെന്നൊന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അന്നേരം വിളിക്കണം കേട്ടോ. ഇത്രയും ദൂരെ വന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളല്ലേ നിങ്ങളെ വന്ന് സഹായിക്കേണ്ടത്. പിന്നെ ഈ ഹൗസ് ഓണർ വാടകക്കാര് അങ്ങനെ തമ്മിലുള്ള അകൽച്ചയൊന്നും നമ്മൾ തമ്മിൽ വേണ്ട കേട്ടോ. അതിന് ഓമനക്കുട്ട സാറ് ഇച്ചാൻ തമ്മിൽ അങ്ങനത്തെ ബന്ധമല്ലല്ലോ. നിങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ? നിങ്ങൾ പണ്ട് ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്തവരാന്നും അന്ന് ഒരുമിച്ചായിരുന്നു താമസമെന്നും ഒക്കെ എനിക്കറിയാം. ഈ പറയുന്നത് എന്റെ ഇച്ചായ, ഈ ഓമനക്കുട്ട സാറിന്റെയും സുലോചനയുടെയും കല്യാണത്തിന് മധ്യസ്ഥം നിന്നത് ആരാ? എന്റെ ഈ പൊന്നിച്ചായൻ. അതൊക്കെ എനിക്കറിയാം. ഈ നുണയ്ക്ക് ഇതാരാ പറഞ്ഞു തന്നത്? അയ്യോ, ഇത് നുണയല്ലല്ലോ. ഓമനക്കുട്ട സാറ് പറഞ്ഞില്ലേ ഇച്ചാനോട് ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ? പിന്നെ ഞാനത് സമ്മതിക്കത്തില്ല എന്ന് കരുതിയപ്പം ഈ ചായൻ പവിത്രനെ ബ്രോക്കറാക്കി. നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ എനിക്കറിയാം. എന്തോ ആലീസ്, ഈ എന്തിനാ ഈ ചായ പിന്നെയും പിന്നെ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ എല്ലാം സത്യമല്ലേ? അയ്യോ, ചായ കുടിക്ക്. ഓമനക്കുട്ടാ, ഇവളിതെങ്ങനെ അറിഞ്ഞത്? കുഴപ്പമാവോ? കുഴപ്പമാണെന്നേ. യോ, ഇനിയിപ്പോ അവൾ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മിക്കവാറും എന്നെ ചിരവി എടുത്തടിക്കും. ആണോ? നിനക്ക് വേണ്ടി രക്തസാക്ഷി ആവാൻ എന്റെ വിധി. എന്നാ പിന്നെ ഞാൻ പൊട്ടാളെ. ഇനി ഞാൻ നീ പോരുത്. ഒരു 5 മിനിറ്റ് നീ ഇവിടെ നിൽക്ക്. അവൾ എങ്ങനെയാ പെരുമാറുന്നെന്ന് പറയാൻ പറ്റില്ല. നിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനൊരു മയം ഉണ്ടാവും. അടിക്കാ അളിയാ, ഞാനൊരു കാര്യം പറയണ്ട. ഇനി ആത്മാഭിമാനം ഒന്നും നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമില്ല. നേരെ അതോടെ ചെല്ലളിയാ, എന്നിട്ട് പോയി കാലിൽ വിടളിയാ. വേറൊരു വഴിയില്ല. ആണല്ലേ? വീണാളല്ലേ? ഓടെ ശരി. തേങ്ങ പൊട്ടിക്കണം? വേണ്ട, നാളത്തേക്കാ. നാളത്തേക്കാ? എന്നാ പിന്നെ ക്ലീൻ ചെയ്യായിരുന്നു. എന്റെ ഇതൊക്കെ കളഞ്ഞു. വേണ്ട, ഇനിയൊന്നും കളയാനില്ല. ഇവിടെ വെച്ചേക്ക്. ഇച്ചാൻ എന്ത് പറ്റി? ആലിസേ, എന്നോട് ക്ഷമിക്കടി. സോറി, സത്യമായിട്ട് സോറി. എന്താ പറ്റിയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല, അതാ പ്രശ്നം. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നീ വഴക്കുണ്ടാക്കും. ഇപ്പം വഴക്കുണ്ടാക്കുന്നില്ല, നീ മിണ്ടാതിരിക്കുന്നു. ശരിക്കും നിന്റെ മനസ്സിൽ എന്താടി? ഇച്ചാൻ എന്തൊക്കെയാ പറയുന്നത്? ആലിസ, സത്യം പറയാതെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് നേര്. ഈ സത്യം പറയാഞ്ഞത് എന്തുകൊണ്ടാ? സത്യം പറഞ്ഞാൽ ഞാൻ വഴക്കടിക്കുമെന്ന് പേടിച്ചിട്ട്. ആണ് അതുകൊണ്ട് മാത്രം. കറക്റ്റ് അല്ലേ? കറക്റ്റാ. എന്റെ സംശയരോഗം കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? സത്യമായിട്ടും. അപ്പൊ ഇച്ചാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാനെന്തിനാ ഇച്ചാനെ വഴക്ക് പറയുന്നത്? കാര്യമായിട്ട് പറയുന്നതാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നേ, ഇച്ചാനാണ് സത്യം. പക്ഷേ ഉണ്ടല്ലോ, അവിടെ നിക്ക്. ആ പുറത്ത് നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഓമനക്കുട്ടൻ, അവനോട് ഞാൻ ക്ഷമിക്കത്തില്ല. അയാളുടെ വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിട്ട് അയാളാണ് എന്നോട് കള്ളത്തരം ചെയ്തത്. ഇച്ചായൻ വെറും ഒരു പാവം. ഇച്ചായൻ എന്നോട് കള്ളത്തരം പറയാൻ ആരാ പ്രേരിപ്പിച്ചത്? ആ നിൽക്കുന്നവൻ. അവനോട് ഞാൻ ക്ഷമിക്കത്തില്ല. അവൻ ഗതികേട് കൊണ്ട് ചെയ്താ. ഒന്നും പറയില്ലേ? ആണോ? അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. സമാധാനായോ? അല്ല പിന്നെ നീ ക്ഷമിക്കൂല എന്ന് പറഞ്ഞത്? ക്ഷമിച്ചില്ലല്ലോ. ക്ഷമിച്ചില്ലേ? ഇതെന്താ ചായ? ഇത് പട്ടിക്ക് വിരലൊക്കാൻ കൊടുക്കുന്ന മരുന്ന് ആണല്ലേ? ഇതെങ്ങനെ നിനക്ക് കിട്ടി? ഇത് ചാന്റെ പെട്ടിന്ന് കിട്ടി. നീ എന്തിനാ ഇതെടുത്ത? എടുത്തെന്ന് വെച്ചാ ഇതിന്റെ അകത്തുനിന്ന് ഒരു 3 തുള്ളി
നേരത്തെ ഓമനക്കുട്ടൻ സാറിന് ഒരു ചായ കൊടുത്തില്ലേ, അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ചുമ്മാ തമാശ കളിക്കരുത് കേട്ടാ. നീ വെറുതെ പറയുന്നില്ലേ? വെറുതെ അല്ല. പിന്നെ ഇത് പട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവാൻ എത്ര സമയം എടുക്കും? 10 മിനിറ്റ്. 10 മിനിറ്റ് എടുക്കും. അപ്പൊ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഓമനക്കുട്ടൻ സാറിനോട് ചോദിച്ചാൽ മതി ഇത് നേരാണോ സത്യമാണോ എന്ന്. ആലിസേ, നുണയാ ചെയ്തിട്ടില്ല. ചെയ്തു. സത്യമായിട്ട് ചെയ്തോ? എന്റെ പൊന്നിച്ചായ, ആലീസിനോട് ഇത്രയും ചെയ്യുമ്പോഴേ ഞാൻ ഇങ്ങനെയെങ്കിലും തിരിച്ചു ചെയ്യണ്ടേ? ആലിസേ, ആലിസേ, ഇത് നീ കൊടുത്തവന്? കൊടുത്ത്. ചതിയാണ് കേട്ടോ, ചതിയായി പോയി. എന്നോട് കളിച്ച ചതിയല്ലേ? അടിപൊളി ചായ. എന്താ കുടിച്ചാ ഓക്കെ ആണോ നീ? ഞാൻ ഓക്കെയാണ്, നീ ഓക്കെ അല്ലേ? അല്ല സോൾവായ? ഇതിനേക്കാൾ നല്ലത് ചെലവെടുത്തിന്റെ തലക്കടിക്കുന്നതായിരുന്നു. അയ്യോ എടേ ഓമനക്കുട്ടാ, നീ വീട്ടിൽ പൊക്കോ. നീ മിണ്ടായിരുന്നു, നീ ഇങ്ങനെ അടുത്ത് പേടിക്കാതെ. ഒരു കാര്യം ചെയ്യാം, എന്തായിരുന്നാലും എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി ഇത് നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യുന്നു. സംസാരിച്ച് തുടങ്ങിയാ സോൾവ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് പ്രത്യേകിച്ച് നീ വീട്ടിൽ പൊക്കോ. നീ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ പോവാ? ചെയ്യുന്നത് ഞാൻ ശരിയാണോ? നീ നിന്നെ എങ്ങനെ വിട്ടിട്ട് പോടാ? ശരി, ഇതെല്ലാം കുളമാക്കിയത് ഞാനും കൂടെയാ. ശരിയും തെറ്റും നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് ഇവിടെ തീരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് നീ വീട്ടിൽ പൊക്കോ. അതല്ല ഞാൻ ആലീസിന്റെ അടുത്ത് സംസാരിച്ചിട്ടേ പോണം. ആലീസേ, ആലീസേ, എന്തായിരുന്നാലും ഞാൻ ചെയ്ത ശരിയായില്ല എന്ന് എനിക്കറിയാം. സംഭവിച്ചു പോയി. ആലീസ് എന്റെ അടുത്ത് ക്ഷമിക്കണം. അയ്യോ, ഞാൻ എപ്പോഴേ ക്ഷമിച്ചു. ഞാൻ ഒന്നും മനസ്സിൽ വെക്കൂല, എല്ലാം മായ്ച്ചു കളഞ്ഞു. എല്ലാം മാറ്റി കളഞ്ഞു, നീ പൊക്കോ. അതല്ലടാ, ആലീസിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ പോണ? കാര്യത്തിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. അല്ല, ആലീസ് ക്ഷമിച്ചെന്ന് പറഞ്ഞാലേ എനിക്കൊരു ആശ്വാസം. ഓമനക്കുട്ടന്റെ കാല് ഞാൻ പിടിക്കും, നീ പൊക്കോ. അവിടെ നിക്കട്ടെ. അല്ലെന്നേ, എനിക്ക് ആശ്വാസം. നീ ഒന്ന് വീട്ടിൽ പോ. എന്തുവാടാ? നീ വീട്ടിൽ പോ. ഞാൻ പോ. പക്ഷെ എനിക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ ആലീസ് ക്ഷമിച്ചെന്ന് പറയണം. ക്ഷമിച്ച നീ വീട്ടിൽ പോ. ഞാനും ക്ഷമിച്ചാൽ നീ വീട്ടിൽ ക്ഷമിച്ച് വേഗം പോണേ. ഒരിടത്ത് നിക്കല്ലേ, നേരെ വീട്ടിൽ തന്നെ പോണേ. എന്നാ പരിപാടിയാണ് ഈ കാണിച്ചത്? അവൻ വീട്ടിൽ എത്തുമോന്തോ? എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. മോനെ ജോർജ് കുട്ടി, അടുത്ത പണിയെ നിനക്കിട്ട. വീടെത്തണ്ട അങ്ങേര്, വീടെത്തണ്ട.